ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷ സുഖമല്ലേ? ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളോട് എല്ലാവരോടും ഒരു ഗുഡ് മോർണിംഗ് പറയാം, കുറച്ച് നേരം സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് രാവിലെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു, എൻ്റെ യൂറിൻ കൾച്ചർ ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. പക്ഷെ അത് ഇന്നലെ വൈകുന്നേരമാണ് റിപ്പോർട്ട് കിട്ടിയത്. അന്നേരം ഇന്നലെ മൂന്ന് ഒരു മീറ്റിംഗ് ഉണ്ടായിട്ട് പോകാൻ പറ്റിയില്ല. അത് രാവിലെ എൻ്റെ അടുത്ത് പറയുമ്പോൾ രാവിലെ ഡോക്ടറെ കാണാം. സാധാരണ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഡോക്ടറെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇന്ന് അത് ചെയ്തില്ല, നേരെ അങ്ങ് വിട്ടടിച്ച് അവിടെ ചെന്നപ്പോൾ എന്താ ഡോക്ടർ 4 മണി കഴിഞ്ഞേ ഉള്ളൂ, മോർണിംഗ് ലീവാണ്. പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ പതിയെ വന്ന് മമ്മീസിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞാൻ ഇഡ്ഡലി കഴിച്ചു, അവൻ പൂരി മസാല കഴിച്ചിട്ട് എന്നെ ഫ്ലാറ്റിൽ കൊണ്ടാക്കിയിട്ട് പോയി. ഫ്ലാറ്റിൽ വരാൻ കാരണം വെച്ചാൽ എൻ്റെ ഫ്രണ്ട് സൗമ്യ എന്ന് വീട്ടിൽ വരുന്നുണ്ട്. കാരണം എനിക്ക് കൂട്ടുകാരന്മാരൊന്നും ഈ നാട്ടിലില്ല. അന്നേരം എനിക്കുള്ള ഒരേ ഒരു കൂട്ടുകാരി സൗമ്യയാണ്. അന്നേരം അവൾ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവളെ ഞാൻ കാണാമല്ലോ, ഉച്ചവരെ അതെല്ലാം അവളിവിടെ കാണും. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാം, വൈകുന്നേരം പോകാം എന്ന് ഇങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴും എന്താ പറയുക, എനിക്കിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ് കേട്ടോ. കാരണം ഈ സ്കൂൾ തുറക്കാൻ ടൈം ആകുമ്പോഴാണ് നമ്മുടെ ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത്, വീണ്ടും ആ കാലഘട്ടത്തിൽ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു ടൈമിലാണ്. ഈ സ്കൂൾ തുറക്കുന്ന ആ ടൈമുണ്ടല്ലോ, ഞാൻ എപ്പോഴും സ്കൂൾ തുറക്കുന്ന ടൈമിൽ ചിന്തിക്കാറുണ്ട്, ദൈവം ഒന്നും കൂടെ ഒന്ന് പഴയ ലൈഫിലോട്ട് പോയാൽ എന്തായിരുന്നു, നല്ലോണം പഠിക്കാമായിരുന്നു, ഇപ്പോൾ അത് നല്ല രീതിയിൽ ഒന്ന് ജീവിക്കാമായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഞാനൊക്കെ പഠിച്ച കാലഘട്ടം എന്ന് വെച്ചാൽ ഇന്നത്തെ കണക്ക് മൊബൈലോ ഒന്നുമില്ല. എൻ്റെ വീട്ടിൽ ടി വി തന്നെ മേടിച്ചത് ഞാൻ 8ാം ക്ലാസ്സിലെന്തോ പഠിക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിൽ ടി വി. അതോടാണ് എൻ്റെ പഠിത്തവും പോയത്, അവിടെ സത്യം പറയാമല്ല. കാരണം ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ് അമ്മ അബ്രോഡായിരുന്നു. ഞാനും സിസ്റ്ററും ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. കാരണം ഞാൻ മൂന്നിലോ നാലിലോ വെച്ചിട്ട് ഒരു എക്സാം എഴുതിയില്ല. അതുകൊണ്ട് എനിക്ക് വീണ്ടും ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ സിസ്റ്റർ ജയിച്ച് വീണ്ടും എൻ്റെ ഒപ്പം വന്നു. അന്ന് മുതൽ ഞങ്ങളിതേ ഒരു 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. കാരണം ഞങ്ങളുടെ ലാസ്റ്റ് ബാച്ചായിരുന്നു 10ാം ക്ലാസ്സിൻ്റെ. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് +1 +2 തുടങ്ങിയത് ആ ടൈം പിറ്റേ വർഷം ഒരു +1 +2 ആയിരുന്നു. കാരണം ഞങ്ങൾ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരുന്നു. അതിന് പകരം പിന്നെ അത് +1 +2 ആയി. അങ്ങനെ ആ ഒരു കാലഘട്ടം എന്ന് എടുത്ത് പറയാനാണെങ്കിൽ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന ഒരു ഇന്നത്തെ ട്യൂഷൻ സെൻറ്റർ വീടുകളിലും ഉണ്ട്. പിന്നെ ഈ ചെറിയ ചെറിയ ട്യൂട്ടോറിയൽ പോലത്തെ ട്യൂഷൻ സെൻറ്ററും ഉണ്ട്. അവിടെ ഒന്നുമില്ല. അവനെ അഞ്ചാം ക്ലാസ് മുതൽ പിന്നെ 8ാം ക്ലാസ് മുതൽ 10 വരെ അങ്ങനെയുള്ള ക്ലാസ്സുകളാണുള്ളത്. ഞങ്ങളുടെ വീടുകളിലും ട്യൂഷൻ പഠിച്ചിട്ടുണ്ട്, ട്യൂട്ടോറിയലും ട്യൂഷൻ പഠിച്ചിട്ടുണ്ട്. ട്യൂട്ടോറിയലാണെങ്കിൽ മോർണിംഗ് രാവിലെ 6:30 ട്യൂട്ടോറിയൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു 8-9 മണി വരെയാണ് അവിടെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് വിട്ടാൽ പിന്നെ വീണ്ടും വീട്ടിൽ വന്ന് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് വീണ്ടും ഈവനിങ് ക്ലാസ് ഉണ്ട്. ഈവനിങ് ക്ലാസ്സിന് പോകണം. പിന്നെ വെക്കേഷനാണെങ്കിൽ 2 മാസം വെക്കേഷനാണ്. ആ വെക്കേഷൻ 2 മാസം അടിച്ചു പൊളിച്ച് കളിയും ബഹളമൊക്കെ, ബന്ധുക്കളുടെ വീട്ടിൽ പോക്കും വരക്കും. ആ സമയത്താണൊക്കെ അമ്പലങ്ങളിൽ ഉത്സവങ്ങളൊക്കെ തുടങ്ങുന്നത്. അതൊക്കെ ഒരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാലഘട്ടങ്ങളാണ്. കാരണം ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നു, വിഷുവൊക്കെ അമ്മയുടെ വീട്ടിലൊക്കെ വിഷു എന്ന് വെച്ചാൽ ഭയങ്കര ആർഭാടമായിട്ട് കൊള്ളുന്നതാണ്. കാരണം അമ്മ അതിന് ഡ്രസ്സൊക്കെ എടുത്തു തരും. ഞാൻ താലപ്പൊലി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു വിഷു എന്നൊക്കെ പറയുന്നത്. അന്നേരം നമ്മൾ കാലങ്ങൾ മാറുന്തോറും കാലങ്ങൾ മാറുമ്പോൾ ഓരോ ജനറേഷൻ മാറുമെന്ന് പറയുന്നത് പോലെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. കാരണം അവരൊക്കെ മിക്ക കുട്ടികളും ഫ്ലാറ്റിനുള്ളിലാണ്. പിന്നെ കളിക്കാൻ കുറച്ച് സമയം. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയും വേണം. കാരണം പല രീതികളിൽ ആൾക്കാർ മാറുന്നുണ്ട്. അന്നേരം പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളൊന്നും നല്ല ധൈര്യത്തോടെയാണ് റോഡിൽ കൂടെ നടന്നിട്ടുള്ളതും നിന്നിട്ടുള്ള. നമ്മളാരും പിടിച്ചുകൊണ്ട് പോകാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളും. ഇപ്പോഴത്തെ അങ്ങനെയല്ല, കുട്ടികളൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയും എന്തൊക്കെ കാര്യങ്ങൾ മയക്കുമരുന്ന് കൊടുക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. അന്നേരം എപ്പോഴായാലും 80s 90s കിഡ്സൊക്കെ ഭയങ്കര ഭാഗ്യം ചെന്ന ആൾക്കാരാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാമായിരുന്നു. എപ്പോഴും എൻ്റെ സ്കൂളിലെ PT ടീച്ചറുണ്ട്, പുള്ളിക്കാരി പറയുമായിരുന്നു, നിങ്ങളുടെ ഏറ്റവും സുവർണ്ണമായ കാലഘട്ടം നിങ്ങൾ ഈ പഠിക്കുന്ന സമയമാണ് എന്ന്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ വളർന്ന് വലുതായി നിൽക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. പക്ഷേ അന്നതവർ പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചെയ്യാം, ടീച്ചർക്ക് ഇതൊക്കെ പറയാം, ഞങ്ങളെല്ലാം രാവിലെ ട്യൂഷന് പോകണം, വൈകുന്നേരം ട്യൂഷന് പോകണം, അടി മേടിക്കണം, എന്തൊക്കെയുണ്ട് പഠിക്കണം എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. പക്ഷേ അന്ന് ആ ടീച്ചർ പറഞ്ഞത്, അവർ പേര് മേരി എന്നാണ് ടീച്ചറിൻ്റെ പേര്. ആ പുള്ളിക്കാരി അന്നത് പറഞ്ഞത് എത്രയോ കറക്റ്റായിരുന്നെന്ന് പിന്നീടുള്ള കാലങ്ങളിൽ എനിക്കത് മനസ്സിലായി. കാരണം നമ്മുടെ സുവർണ്ണ കാലമെന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കാലഘട്ടം തന്നെയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. നമ്മൾ പഠിക്കുന്ന ഈ കാലഘട്ടമാണ് നമുക്ക് ഏറ്റവും, ഒന്നിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട,
വീട്ടിലെ കാര്യങ്ങൾ അറിയണ്ട, യൂണിഫോമിൻ്റെ കാര്യങ്ങൾ അറിയണ്ട, ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ അറിയണ്ട, എല്ലാം കറക്റ്റ് സമയത്ത് നമ്മുടെ മുമ്പിലെത്തും. അതിൽ അതൊക്കെ അന്ന് ആ ടീച്ചർ പറയുമ്പോൾ എനിക്ക് അവരോട് ഭയങ്കര പുച്ഛവും ദേഷ്യവും തോന്നി. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് അതെനിക്ക് തിരുത്തേണ്ട വന്നു. അന്ന് ആ ടീച്ചർ പറഞ്ഞ കാര്യം തന്നെയാണ് കറക്റ്റ്. കാരണം നമ്മുടെ ഏറ്റവും സുവർണ്ണ കാലം നമ്മുടെ കുട്ടിക്കാലം തന്നെയാണ്. എൻ്റെയൊക്കെ കാലം എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഉള്ളത് പറയാമല്ലോ, ഇന്നത്തെ പോലെ ഒരു രക്ഷാർത്താവ് ചെയ്യരുത് അങ്ങനെയൊന്നുമില്ലായിരുന്നു. കാരണം അന്നത്തെ കുട്ടികളെ പേടിക്കണ്ട, അവർ ഭയങ്കര അച്ചടക്കത്തോടെ ജീവിച്ച ഒരു ജനറേഷനാണ് ആ കാലഘട്ടത്തിലുള്ളത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അച്ചടക്കമില്ലെന്നല്ല പറയുന്നത്, പക്ഷേ അവർ പല വഴികളിലും പല രീതികളിലും കുട്ടികൾ പല ഇതിലും പോകുന്നുണ്ട്. അന്നൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പെണ്ണും ചെറുക്കനും സംസാരിക്കുക പോലും ഇല്ല. ഈ സ്കൂളിലാണെങ്കിൽ പോലും ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്ന് സംസാരിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. കാരണം അത് തെറ്റെന്നല്ല പറയുന്നത്, ശരിയും എന്നല്ല പറയുന്നത്. എല്ലാം വേണം, ലൈഫിൽ എല്ലാ ആവശ്യത്തിനും വേണം. എൻ്റെ കാലഘട്ടം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളനുസരിച്ച് നമ്മളെല്ലാവരും മാറിക്കൊണ്ടേയിരിക്കും. അന്ന് ഞാനും എൻ്റെ ലൈഫ് ഓരോന്ന് ഇതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നു. ജീവിതമാണ്. പിന്നെ എല്ലാം ഇപ്പോഴും നല്ല രീതിയിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയും കൂടെയാണ്. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, അതുപോലെ നല്ല രീതിയിൽ സംസാരിക്കുക. എല്ലാവരും നമ്മൾ ബഹുമാനിക്കേണ്ട രക്ഷകർത്താക്കളെ ആയാലും ഗുരുക്കന്മാരെ ആയാലും ഇനി നമ്മുടെ വയസ്സിന് മൂത്തവരെ ആയാലും ആരെയായാലും നമ്മൾ ബഹുമാനിക്കേണ്ടത് അതുപോലെ തന്നെ ബഹുമാനിക്കണം. അത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മുടെ ലൈഫിൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ട് പിന്നെ അത് ഓർത്ത് വിഷമിച്ചിരുന്നൊരു കാര്യമില്ല. ജീവിതമാണ്, മുന്നോട്ട് പോയേ പറ്റൂ. ഓരോ കാലഘട്ടങ്ങളിൽ നമ്മൾ മുന്നോട്ട് ജീവിച്ചേ പറ്റൂ. അത് ആ കാലത്തിനനുസരിച്ച് രീതിയിൽ എന്നാലും നമ്മൾ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുക, മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ ജനറേഷൻ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവത്തില്ല. അവരവരുടെ ചിന്താഗതിയിലൊക്കെയാണ് അവർ ജീവിക്കുന്നത്. എനിവേ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ഞാൻ വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.